മോളോട് ഞാൻ അന്നേ പറഞ്ഞല്ലോ ഇതൊന്നും വേണ്ട വേണ്ടാന്ന്. 2 ലക്ഷം രൂപ കൊണ്ട് അപ്പന്റെ മുമ്പിലോട്ട് വെച്ചപ്പോ കണ്ണങ്ങ് തള്ളി പോയില്ലയോ? പന്ത്രണ്ടുകാർ ബേബി ഇല്ലയോ സാറേ? സാറിനറിയായിരിക്കും സിനിമയിലൊരു വലിയ കൊമ്പനാ. പക്ഷെ പിള്ളേരെ പിടുത്തക്കാരനാ. ഇവളെ ഇവിടെ അനിയത്തെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചതാ. ഞാൻ ഇടങ്കോലിട്ടതുകൊണ്ട് ഒന്നും നടന്നില്ല. അന്നത്തെ CI സാർ ഒരു അസീസ്, അയാളാ മോളെ ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഈ പോലീസുകാരെല്ലാം കള്ളന്മാരാ, കൈക്കൂലിക്കാര്. തിന്നും കുടിച്ചു കിടക്കുമല്ലയോ? മാറിക്കിടാ അങ്ങോട്ട്. കുറെ നേരമായി വളവള സംസാരിക്കുക. ബ്ലഡി യൂസ്ലെസ്. മാറിക്കിടാ അങ്ങോട്ട്. അടയ്ക്കാ കഥവ്. മാറിക്കിടാ അങ്ങോട്ട്. ഇതുപോലത്തെ സാധനങ്ങൾ കുടുംബത്തിൽ വേറെ ഉണ്ടോ? സർ സോറി സർ. ഇറ്റ്സ് ഓക്കെ. അനുസരിക്കും. ആ പറ ബാക്കിയോടെ കേട്ടെ. ഒരു സിനിമ നടി ആവണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സർ. പക്ഷെ ആ പന്തളം ബേബി എന്ന് പറഞ്ഞ ആള് എന്റെ അപ്പന്റെ മുമ്പിൽ കൊണ്ടുപോയി അഡ്വാൻസ് വെച്ചതൊക്കെ അതൊക്കെ ഒരു ചതിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ ഗേറ്റ് എന്തിനാ തുറന്നിട്ടിരിക്കുന്നത്? അതങ്ങ് അടച്ചേര്. ഓ ഇക്ക എങ്ങോട്ട് പോയി? അസോസിയേഷന്റെ ഓഫീസിൽ എന്തോ മീറ്റിംഗ്. ഒരുപാട് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. വിരുന്നുകാരോ? നിങ്ങളുടെ ബന്ധുക്കാരെന്ന് പറഞ്ഞ ആരാണ്ടൊക്കെ ഉണ്ട്. വേറെ വീടൊന്നും കിട്ടിയില്ല നിക്ക പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. മിനിഞ്ഞാൻ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. ഈ ടൗൺ മുഴുവനും കറങ്ങി. അവസാനം കല്യാണ വീട്ടിലും പോയി. അവിടെയും അറിയത്തില്ല ഒരു തരത്തിൽ. വാടക കൊടുക്കാതെ നിൽക്കുന്ന വീടാ. ഇവിടെയുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ വരുന്നത് എല്ലാവർക്കും സന്തോഷമാ, ആൻസിക്കും സന്തോഷമാ. പക്ഷേ സമാധാനം കെടുത്താൻ ഒരുത്ത മോളി വന്നിട്ടുണ്ട്. ആരത്? പോലീസുകാരൻ. ആൻസിയെ DGPയുടെ മുഖ്യമന്ത്രിയുടെ മുന്നേ കൊണ്ട് തുഴിക്കാന്ന് പറഞ്ഞ് വന്നിരിക്കുക. കാശ് പിടുങ്ങാനാ. മോനൊന്ന് പറഞ്ഞു ഒതുക്കിയേരെ, വളർത്തണ്ട കേട്ടോ. മോൻ ചെല്ലേ. മക്കളെ, ഇന്ന് എത്ര എണ്ണം അടിച്ചു? വണ്ടിയിലെക്കാട് ഇരിപ്പുണ്ടോ ഒറ്റപ്പനോട് ഇച്ചിരി തരാൻ?